ഒരു ഇപ്പോൾ നമുക്ക് പൊന്നാനി MLA നന്ദകുമാർ ചേരുന്നുണ്ട്. ശ്രീ നന്ദകുമാർ, നമുക്കറിയാം ഈ മലപ്പുറത്ത് കൂടുതൽ ഈ രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത, കാരണം നമുക്ക് ഈ മഞ്ഞപ്പിത്തമൊക്കെ കഴിഞ്ഞയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഈ മലമ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്? മലപ്പുറത്ത് 4 പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൊന്നാനിയിൽ 2 പേർക്കും അതുപോലെ നിലമ്പൂരിൽ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാക്കുകയാണ്. ശരി, നമുക്കിപ്പോൾ പൊന്നാനി MLA ചേരുന്നുണ്ട് നമ്മോടൊപ്പം. അതായത് ഈ നമുക്കറിയാം മലപ്പുറം കേന്ദ്രീകരിച്ച് നേരത്തെ മഞ്ഞപ്പിത്തമൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴിതാ വീണ്ടും പൊന്നാനിയിലൊക്കെ 2 പേർക്ക് ഇപ്പോൾ മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏത് തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശമാണ് സാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്? നമ്മുടെ വീടുകളും പരിസരങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ചിന്താഗതി നമുക്ക് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് വെള്ളം കെട്ടിക്കെടുക്കുന്ന കുളങ്ങള്, മറ്റു കാര്യങ്ങള്, ശുദ്ധമായ വെള്ളം മാത്രം, തിളപ്പിച്ചാറിയ വെള്ളം കഴിയുന്നതും കുടിക്കാൻ നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നുള്ള ഈ വെള്ളങ്ങളൊക്കെ കുടിക്കുന്നത് ഒഴിവാക്കുക. വൃത്തിഹീനമായ അന്തരീക്ഷം ഇല്ലാതാക്കാൻ അന്ന് വീടിൽ നിന്ന് തുടങ്ങണം, എന്നിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ വൃത്തിയാക്കുന്ന രൂപത്തിലേക്ക് നടക്കണം. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ ജാഗ്രത പാലിച്ചുകൊണ്ട് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെന്റിനും ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ഡോക്ടർമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ എല്ലാവരും സഹായത്തോടുകൂടി, ജനങ്ങളുടെ സഹായത്തോടുകൂടി അതിനെ തടയാൻ കഴിയും. അത് ഗവൺമെന്റും ആ നിലയ്ക്കുള്ള ഒരു നീക്കമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിന് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം. ശരി, ശ്രീ നന്ദകുമാർ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ മഞ്ഞപ്പിത്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ രോഗം മലപ്പുറത്ത് വരുന്നു എന്നുള്ളത് ഒരു പരിശോധിക്കേണ്ട ഒരു ഘടകമല്ലേ? കാരണം കഴിഞ്ഞയിടയ്ക്ക് മലപ്പുറത്ത് ഏകദേശം 400-ലധികം ആളുകൾക്കായിരുന്നു മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. അതെ, അതിന് പല സാഹചര്യങ്ങളുണ്ടാവും. ജനസംഖ്യ കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. പിന്നെ അതുപോലെ തന്നെ അലക്ഷ്യമായിക്കൊണ്ട് രൂപത്തിലേക്ക് നമ്മൾ മറ്റു വെള്ളങ്ങളും വെള്ളങ്ങളും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒഴിവാക്കണം എന്ന രൂപത്തിലേക്കുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാണ്. ജനക്കൂട്ടം കൂടുതലുള്ള ജില്ലയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള ജാഗ്രത പുലർത്തുക എന്ന് മാത്രമാണ് വഴി. മറ്റു സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്തിട്ട് വരുന്ന ആൾക്കാരും ഇഷ്ടം പോലെയാണ് നമുക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ. വിദേശത്തു നിന്നായാലും ആഭ്യന്തരമായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് പുറത്തു പോകുന്നു. അവിടെ നിന്നിട്ട് വരുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല. അതിൻ്റെയൊക്കെ സാധ്യതകളാണ് ഇവിടെ രോഗം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ശരി, എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ശ്രീ നന്ദകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. മലപ്പുറത്ത് 4 പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. ഇപ്പോൾ മേഘ്നയുണ്ട് എന്ന് വിചാരിക്കുന്നു. മേഘ്ന, കേൾക്കാമോ? പൊന്നാനിയിൽ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ ഒരാൾക്കും മലമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മേഘ്ന, ഇപ്പോൾ MLA പറഞ്ഞൊരു കാര്യം, അതായത് ഈ ജനസാന്ദ്രത കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾക്ക് ഈ ഇത്തരത്തിൽ അസുഖങ്ങൾ, നേരത്തെ മഞ്ഞപ്പിത്തം വന്നു, ഇപ്പോഴിതാ മലമ്പനി. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ജനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു രോഗം വന്നുപെടുന്നത് എന്നാണ് അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാക്കുകയാണ്. സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് മേഘ്ന ഈ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നത്? കാരണം ഈ കുട്ടികളൊക്കെ ഭൂരിഭാഗം സമയവും സ്കൂളുകളിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യമല്ലേ? തീർച്ചയായും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗലക്ഷണം, അത് പനിയും ഛർദിയും വിറയലും അടക്കമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗലക്ഷണം കാണുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണാനും അല്ലെങ്കിൽ അതിന് വേണ്ട തുടർ നടപടികളും തുടർ ചികിത്സകളും എടുക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈ ഒരു രോഗലക്ഷണം കണ്ട് ആശുപത്രിയിൽ എത്തിക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു ടെസ്റ്റിംഗ് അടക്കം നടത്തിക്കൊണ്ട് രക്തസാമ്പിൾ അടക്കം പരിശോധിച്ചുകൊണ്ട് എത്രയും വേഗം ഈ രോഗം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ രോഗവ്യാപനം ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഗുരുതരമായി ഈ രോഗം പിടിപെടാതിരിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം എല്ലാവർക്കുമായി നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രോഗവ്യാപനം തടയാനുള്ള അല്ലെങ്കിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും മലമ്പനിയും അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. സ്പ്രേയിങ്ങും ഫോഗിങ്ങും അടക്കമുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തി കൊതുക് നശീകരണം തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ ഈ ഒരു ബോധവൽക്കരണം, എങ്ങനെ കൊതുകിനെ നശീകരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രോഗവ്യാപന സാധ്യത ഉണ്ടാകുമ്പോൾ എങ്ങനെ ഈ ഒരു പ്രതിരോധ
പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള ബോധവൽക്കരണം സ്കൂളുകളടക്കം കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിസര ശുചിത്വം അടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം ചെയ്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലടക്കം ഈ രോഗവ്യാപന സാധ്യതകൾ തടയുന്നതിന് ആരോഗ്യവകുപ്പും നഗരസഭയും ചേർന്ന് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിലിപ്പോൾ 100 ആരോഗ്യ പ്രവർത്തകരെയാണ് ഇതിൽ വീടുകൾ കയറി സർവേ നടത്താനും ഈ പരിസര ശുചീകരണത്തിനടക്കമുള്ളതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ സജീവമായി തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി മുന്നേ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം കൂടി മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മരണ സാധ്യതയിലേക്കോ ഒരു മരണ കാരണമാവാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ പേടിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഭീതി പരത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ഈ മുന്നേ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള ഒരാഴ്ച മുന്നേ രോഗം സ്ഥിരീകരിച്ചിരുന്ന ഒഡീഷ സ്വദേശി ഇപ്പോൾ രോഗം സുഖമായി ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗവ്യാപനം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതിൽ സ്കൂൾ കുട്ടികളടക്കം NSS വളണ്ടിയർമാർ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. 100 ആരോഗ്യ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് 3 ആഴ്ചയാണ് ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അടക്കം ഉള്ള ഒരു ലക്ഷ്യമായിട്ട് ആരോഗ്യ പ്രവർത്തകർ കാണുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ളവ വേണ്ട രീതിയിൽ നടത്തിയില്ല എന്നുള്ളൊരു വിമർശനം നഗരസഭയ്ക്ക് എതിരെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അതിൽ മഴക്കാലം എത്തുന്നതിന് മുന്നേ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നഗരസഭയുടെ ഒരു ഭാഷ്യം. ശരി, മേഘ്നയാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനിയിൽ 2 പേർക്കും നിലമ്പൂരിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അതേസമയം ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും പറയുന്നുണ്ട്.